إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وفي الأعظم سلطان معين الدين عبد القادر الجيلاني قدس الله سره صلاتنا الذين ماتوا في هذا الشهر الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الإيمان يتكرم لوجه الله عز وجل. ഈമാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജഹിന് വേണ്ടി അത് യുതകറം ആദരിക്കപ്പെടും. അൽ ഹവാ യുതകറം ലിവജ്ഹി ശൈത്താൻ വലി അബ്റാദിൻ നഫ്സ്, നഫ്സിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ശൈത്താന്റെ തൃപ്തിക്ക് വേണ്ടിയും ശരീര ഇച്ഛ അവനവരുടേതായ ആഗ്രഹങ്ങൾ അതതിനു വേണ്ടിയാണ് അതിന് തീരുമാനിക്കപ്പെടുന്നത്. മൻ ഫാതഹു ബാബുൽ ഹഖ് അസ്സവജല്ലയായ അല്ലാഹുവിന്റെ വാതിൽ അടഞ്ഞവൻ അവൻ എന്ത് ചെയ്യും? ഖഅദ അലാ അബ്വാബിൽ ഖൽഖി, സൃഷ്ടികളുടെ വാതിലിന്മേൽ ഇരുന്നോട്ടെ. അല്ലാഹുവിന്റെ വാതിൽ, അല്ലാഹുവിലുള്ള ഈമാൻ അചഞ്ചലമാക്കിയാൽ കുല്ലും ബിയദിഹി, എല്ലാം അല്ലാഹുവിന്റെ കൈയാണ്, എല്ലാം അല്ലാഹുവിനാലാണ് നടക്കുന്നതെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ ബാബ് അടയില്ല. മൻ ളയ്യ തരീഖൽ ഹഖ് അസ്സ വജല്ല വളല്ല അൻഹാ, ഹഖായ അല്ലാഹുവിന്റെ മാർഗത്തിനെ ആരെങ്കിലും പാഴാക്കിയാൽ, അതിനെയും വിട്ടവൻ തെറ്റിപ്പോയാൽ, ഖഅദ അലാ തരീഖിൽ ഖൽഖി, സൃഷ്ടികളുടെ വഴിയും മേലിരിക്കേണ്ടി വരും അവൻ. പിന്നെ സൃഷ്ടികളുടെ കാല് പിടിച്ച് നടക്കേണ്ടി വരും. അതാണ് വിഷയം. ആദ്യം തന്നെ തവക്കുലിൻ ഹഖ് തവക്കുൽ, ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഏത് വിഷയം വന്നാലും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ പിന്നെ അല്ലാഹു തന്നെ നടത്തി തരും. നമുക്കെന്താണ് പിന്നെ നമ്മളതിന്റെ പിന്നാലെ നിന്ന് കൊടുത്താൽ മതി. കുറച്ച് നടത്തി തരുമ്പോൾ നമ്മള് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ നിന്ന് കൊടുത്താൽ മതി. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ മനുഷ്യന്മാരെ കാലം കൈയൊക്കെ പിടിച്ച് ജീവിക്കേണ്ടി വരും. മൻ അറാദല്ലാഹു ബിഹി ഖൈറാ, അല്ലാഹു വല്ല മനുഷ്യന്മാരെ കൊണ്ടും ഏതെങ്കിലും നന്മ ഉദ്ദേശിക്കുന്നു എങ്കിൽ അഗ്ലഖ അബ്വാബൽ ഖൽഖി ഫീ വജ്ഹിഹി, അവന്റെ മുഖഭാവത്തിൽ എന്ത് ചെയ്യുന്നതാണ്? സൃഷ്ടികളുടെ വാതിലുകളെ അവൻ അല്ലാഹു അടച്ചു കളയും. അവന് പിന്നെ അല്ലാഹു വഖത്തഅ അത്വാഅഹും അൻഹു, സൃഷ്ടികളുടെ വരുമാനം കുറയുകയും ചെയ്യും, അല്ലാഹു കുറയ്ക്കുകയും ചെയ്യും. ഹത്താ യർദഹു ബിദാലിക ഇലൈഹി ബിഖിയമിഹി മിനൽ ഉദ്രി ഇല അശ്ശത്രി യുഖീമുഹു മൻ ലാ ശൈഅ ഇലാ ശൈഅ. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അവനിലേക്ക് തന്നെ അല്ലാഹു അവനെ മടക്കി കൊണ്ടുപോകുന്നതാണ്. സൃഷ്ടികളോടെ പിന്നെ സൃഷ്ടികളിലേക്ക് പോകില്ല. പിന്നെ എല്ലാം അല്ലാഹുവിൻ്റെ. യുഖീമുഹു മൻ ലാ ശൈഅ ഇലാ ശൈഅ, അല്ലാഹു അല്ലാത്ത എല്ലാ ശൈഇനെ തൊട്ടും അല്ലാഹു ആവുന്ന ശൈഇലേക്ക് അവൻ എന്ത് ചെയ്യും? മിൻ ലാ ശൈഇ യുഖീമുഹു മിൻ ലാ ശൈഇൻ ഇലാ ശൈഇ, ലാ ശൈഇൽ നിന്നും ഇലാ ശൈഇലേക്ക്. അല്ലാഹു അല്ലാത്ത എല്ലാ ലാ ശൈഇ, ഒന്ന് എല്ലാ ലാ ശൈഇയാണ്. അതിന് ശൈഇ മദ്കൂറായിട്ട് നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിനെ മാത്രമാണ് ശൈഇ മദ്കൂറായിട്ട് കാണുന്നത്. അതിലേക്ക് അല്ലാഹു തആല അവനെ നിർത്തുന്നതാണ്.
അതാണ് വേണ്ടത്. അപ്പൊ അവിടെ ഒരു 2 ലഫ്ള് എന്തോ ഒരു അർത്ഥം കിട്ടായ്മയുണ്ട് എനിക്ക്. വൈഹഖ് തഫ്റഹു, നിനക്ക് സന്തോഷം, നീ സന്തോഷിക്കുന്നത്, നിനക്ക് നാശം, നിനക്ക് സന്തോഷം. ബിഖുഊദിക ഇൻദൽ ഗദ്ബി ഫിശ്ശിതാ അൻ ഖരീബിൻ യജീഉ الصيف وتنشف الماء الذي عندك فتموت مكانك الذي عند الشط فإنه في الصيف ينقطع ماؤه وفي الشتاء يزيد ويكثر. حتى يرده بذلك إليه, അതുകൊണ്ട് അള്ളാഹു അവനിലേക്ക് എന്ത് ചെയ്യും? മടക്കും. യുഖീമുഹു മിനൽ ഗദർ, ഗദർ എന്നാണ് അവിടെ എനിക്ക് തെറ്റിപ്പോയതാണ്, വദു എന്നല്ല. യുഖീമുഹു മിനൽ ഗദരി ഇല ശത്തി, കുണ്ടിൽ നിന്നും കരയിലേക്ക് അള്ളാഹു തആല കൊണ്ടെത്തിച്ചു. അതാണ് അർത്ഥം. മനുഷ്യന്മാരുടെ എല്ലാം കുണ്ടുകളാണ്, അതാ പറഞ്ഞത്. എനിക്ക് പൈസ എല്ലാത്തിന്റെ പൈസ പിന്നെ എന്താണ് ഓരോ മനുഷ്യന്മാരെങ്ങനെ حتى ويحك تفرح بقعودك عند الغدر في الشتاء. ശിത്തായിൽ നീ എന്ത് ചെയ്യും? നല്ല തണുപ്പത്ത് കൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കും. അൻ ഖരീബിൻ യജീഉ الصيف, അടുത്ത് തന്നെ വെള്ളമെല്ലാം പോകും, കാലം മാറും, ഉഷ്ണം വരും, വെള്ളം വറ്റും. അല്ലതീ എന്തൊക്കെ അപ്പൊ തമൂത്ത് മക്കാനൊക്കെ അല്ലതീ എന്ത് ശക്തി. അപ്പൊ നീ ആ കുണ്ടിന്റെ അടുത്ത് കരയെ വന്നിരുന്നിട്ട് എന്തായി? അവിടെ ഇരുന്ന് ചത്തു. കാരണം ഇന്നഹു ഫിശ്ശൈബി യൻഖത്തി മാഉഹു, കുണ്ടിൽ നിന്ന് കരയിലേക്ക്. ഇതെല്ലാം വസലാനും റളിയല്ലാഹു തആല അൻഹു വളരെ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി. ദുന്യവിയായ ജീവിതം എല്ലാം കുണ്ടാണ്. എവിടെ അതിന്റെ കരയ്ക്ക് പോയിരുന്നാല് ഒന്നുകിൽ വെള്ളം കൂടും തണുപ്പ് കാലത്ത്, അല്ലെങ്കിൽ വെള്ളം വറ്റും ചൂട് കാലത്ത്. അപ്പൊ എങ്ങനെയാണ് നശിച്ചു? അതൊക്കെയാണ് പറയുന്നത്. അഥവാ ദുനിയാവെന്ന് പറഞ്ഞ് നടന്നാല് അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക്. ഒഫിഷ്യത്തായി തണുപ്പ് കാലത്ത് യസീദു യക്സുറു, വെള്ളമേറും, അത് കൂടുതലാകും. കുൻ മഅല്ലാഹി അസ്സ വജൽ, എപ്പോഴും അല്ലാഹുവിനോട് കൂടെ ആകണം. തകുൻ ഗനിയൻ, എന്നാൽ നിനക്ക് ഐശ്വര്യവാനാകാൻ കഴിയും. അസീസൻ അമീറൻ മുഅ്മിറൻ ദലീലൻ, ഭരണാധികാരിയാവും, കൽപ്പിക്കുന്നവനാകും, മാർഗദർശിയാവും. കൂനൂ മഅല്ലാഹ്, മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅ എന്ന് പറഞ്ഞിട്ടില്ലേ നബാത്തി ഖുത്ബയില്. അതിനിപ്പോ നബാത്തി ഖുത്ബ ഒന്നും മൗലവിമാരില്ല. മൻ ഇസ്തഗ്നാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ആരൈശ്വര്യമാകുന്നു, ഇഹ്താജ ഇലൈഹി കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും അവനിലേക്ക് ചെന്നേറും. വഹാദാ ഷൈഉൻ ലാ യജീഉ ബിത്തഹല്ലി വത്തമന്നി വലാകിൻ ബിശൈഇൻ വുഖിറ ഫിസ്സുദൂരി സിദ്ഖുഹു അൽ അമൽ. ഇത് വെറുതെ കിട്ടുന്നതൊന്നുമല്ല. വെറുതെ ഇങ്ങനെ ഈ ജാടയും പദ്ധതിയും കുറെ ആക്രക്കൊതികളും ആക്രാന്തവും അള്ളാഹും നമുക്ക് തരും, നമ്മൾ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അല്ലേ തമന്നി.
വലാകിൻ ബിശൈഇൻ വഖറ ഫിസ്സുദൂർ, ഹൃദയങ്ങളിൽ അതിനെ എന്ത് ചെയ്തു? ഉറപ്പിക്കപ്പെട്ടു. അങ്ങനത്തെ ഒരു ശൈഇ ആ ഹൃദയത്തിൽ ഉണ്ട് എന്നതിനെ വാസ്തവമാക്കുന്നതാണ് അൽ-അമൽ, നിഷ്കളങ്കമായ അമലുകൾ ചെയ്യുക. യാ ഗുലാം ലിയകുനുൽ ഖർസു ദഅബുക്, നാപ്പൊട്ടാകട്ടെ നിന്റെ പതിവ് തന്നെ മുണ്ടായ്മ. ഇനി മുദരിസീങ്ങളിനി മുണ്ടായ്മ ആയിക്കഴിഞ്ഞാൽ കുട്ടിയോട് അങ്ങോട്ടൊന്നും പോകും. മുദരിസീങ്ങളൊന്നും ഉണ്ടായിരിക്കണ്ട, ആവശ്യമില്ലാത്തതിനും ഉണ്ടാകുന്ന നടക്കണ്ട, അതേനും അങ്ങനെയുള്ളൂ. മനസ്സിലായ? അപ്പം ലിയകുനിൽ ഖർസു ദഅബുക, ഖർസാവട്ടെ നിന്റെ പതിവ് തന്നെ മിണ്ടായ്മ. ആവശ്യത്തിന് മിണ്ടാന്ന് നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് തന്നെ പറഞ്ഞില്ലേ അതൊക്കെ. തരീഖത്തില് കടക്കുന്നവരുടെയൊക്കെ നിയമങ്ങളാണ് അതല്ല. ആവശ്യമില്ല ചളവള സംസാരിച്ചോണ്ടിരിക്കും, അതെല്ലാം നമുക്ക് ഇടങ്ങേറുകയും ചെയ്യും. അവിടാണ് വിഷയം. പിന്നെ ഊമയാവുക, അതാണ് ഊമ. ദഅബുക ലിയകുനുൽ ഖർസു ദഅബക, ഖർസ് ആകട്ടെ നിന്റെ പതിവ്. ഊമ. വൽ ഖമൂലു ലിബാസക്, സുബ്ഹാനല്ലാഹ്, പ്രശസ്തിയില്ലാതിരിക്കുക എന്നതാണ് ഖമൂല്. നമുക്ക് പ്രശസ്തി വേണമെന്ന് നമ്മൾ കരുതത്തുള്ളൂ എപ്പോഴും. ഇദ്ഫൻ വജൂദക ഫീ ഖമൂലിൽ അർദ്, നിന്റെ വജൂദിനെ തന്നെ ഭൂമിയുടെ, മനസ്സിലായില്ല, പ്രശസ്തിയാകുന്ന ഭൂമിയിൽ നിന്റെ വജൂദിനെ തന്നെ ഇവിടെ കൊണ്ട് കുഴിച്ചിടാനാണ് പറയുന്നത്. ഭൂമി കുഴിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? നമ്മക്ക് നോട്ടീസ് അടിക്കണം. അറിയപ്പെടാതിരിക്കുക, അവ്യക്തമാവുക. മനസ്സിലായില്ലേ? ഖുമൂൽ. അപ്പം നിന്റേതായ വസ്ത്രം മുണ്ടായ്മയാകട്ടെ. വസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, നല്ല അഴകുള്ളതാണ്. അപ്പൊ ആ അഴക് വെളിയിൽ കാണിക്കണ്ടെന്ന് അതിൻ്റെ അർത്ഥം. വൽ ഹറബു മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്നുള്ള ഓട്ടമാകട്ടെ. കുല്ലു മഖ്സൂദിൻ, നിന്റെ എല്ലാ മഖ്സൂദും സൃഷ്ടികളിൽ നിന്നുള്ള മുറിഞ്ഞു പോടാതിരിക്കുക. കൽബിയായ ബന്ധം വേണ്ടെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അങ്ങനെയും കൊടുക്കാം. ഇനിയിപ്പോ ഒന്നുമില്ലാതെ അങ്ങനെ ഉണ്ടാവില്ല. പറയാ വൈൻ ഖദറക, നിനക്ക് കഴിവായാൽ അൻതുൻഖിബ, ഒരു മാളം ഉണ്ടാക്കുക. ഫില്ലർദി, ഭൂമിയിൽ സറബൻ, ഒരു മാളം ഉണ്ടാക്കാൻ കഴിവായാൽ തുഹ്ഫി, ആ മാളത്തിൽ ഒളിച്ചിരുന്ന് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫഫ്അൽ, അങ്ങനെ ചെയ്തോ. യകൂനു ഹാദാ ദഅബക, അങ്ങനെ ആകട്ടെ നിന്റെ ദഅബ്. ഇലാ യതറഅറ ഈമാനുക വയഖവി ഖദമു ഈഖാനിക വയതറയസു ജനാഹു സിദ്ഖിക. അത് പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ വന്നു ബി ആർ മൗലാന അങ്ങനെ ആയിരുന്നു. ആദം മലയിലെ 20 കൊല്ലം വരെ ആ ഗുഹയിലിരുന്ന് ഇബാദത്തെടുത്തുന്ന ബി ആർ മൗലാന നമ്മള് പട്ടാളം ഉസ്താദിന്റെ ശൈഖ്. 20 കൊല്ലം ജനങ്ങളോടൊരു സമ്പർക്കവുമില്ല, ഒന്നുമില്ലാതെ ആ ഗുഹയിൽ തന്നെ കണ്ടാൽ പേടിയാവും. ആദം മലയില് ശ്രീലങ്കയിൽ എന്നവരുടെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെയൊക്കെ ആവാൻ പറ്റിയ കൊള്ളാം. നമ്മളുള്ള സൃഷ്ടികളോട് മുഴുക്ക ബന്ധം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മള് പിന്നെ സലാം വീട്ടിൽ ആ ഉടനെ ഫോൺ എടുത്തിട്ട് നോക്കുന്നു, ആരെയും വിളിച്ചു മിസ് കോൾ വല്ലതും ഉണ്ടോ നോക്കുന്നത്. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് നോക്കത്തുള്ളൂ, അസ്തഗ്ഫിറുല്ലാഹ് പറയത്തുള്ളൂ.
നമ്മളെ അവസ്ഥ. എന്നിട്ട് നമ്മൾ ഔലിയാവ് നടക്കുന്നത് നല്ല പണിയല്ലേ എന്നാണ്. ഇത് ഭയങ്കര പണിയാണ്. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഔലിയപ്പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതാണ്. നമ്മളെ വിചാരമാണ് എന്തുവാ ഔലിയപ്പെട്ട് ഓടിക്ക് വരുന്നതാണെന്ന്. രണ്ട് ദിക്കറൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഏതോ ഒരു മുസ്ലിയാർ പറഞ്ഞില്ലേ, ഞാൻ 10-13 കൊല്ലം ദർസിൽ ഓതി പഠിച്ചിട്ട് അള്ളാനെ ഇപ്പോഴാ കണ്ടേന്ന് പറഞ്ഞില്ലേ, 100 ലീഗത്തിൽ പോയി കൂടിയിട്ട് ഒരാൾ പറഞ്ഞതാണ്. ഭയങ്കര കാണലായിരിക്കും അള്ളാനെ. റൂമടച്ചിട്ടേ, റൂമൊക്കെ ലൈറ്റെല്ലാം അടച്ചിട്ട് തസ്ബീഹല്ലിക്കണം. ഷെയ്ഖ് കൊടുത്ത ദിക്രല്ലേ വല്ല മിന്നാമിനും അതിലേക്കൂടെ പാറിയിട്ടുണ്ടാവേ. എന്നിട്ട് പറയാ പ്രകാശവും ഒന്നും നമ്മൾ തന്നിക്കണം. ഇങ്ങനെ കുറെ കൗമുണ്ടാവും. നിന്റെ ഈമാനെന്ന് ശക്തിപ്പെടട്ടെ, നിന്റെ ഉറപ്പിക്കൽ അള്ളാഹുവിനോടുള്ള യഖീൻ അതൊന്ന് ബലമാകട്ടെ. എന്നിട്ട് നിന്റെ സിദ്ഖ് യാഥാർത്ഥ്യത്തിന്റെ ചെലവുകൾ പാറട്ടെ. നിന്റെ കൽബിന്റെ 2 കണ്ണുകൾ തുറക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ലഹും ബിലാരിഷിൻ തൂവലില്ലാതെ പാറിപ്പോകുന്ന ഒരു കൂട്ടരായി തീരുമെന്ന്. 2 ദിവസം സഭക്കളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഫുർസത്ത് നല്ലോണം കിട്ടിയിട്ടില്ല. മരിപ്പും ബഹളം ഒക്കെ ഇങ്ങനെയായിട്ട് എടുക്കാൻ സമയം കൊണ്ട് കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളെല്ലാം പൊറ്റപ്പെടുക. ഇൻഷാ അല്ലാഹ് ഒരു തിങ്കൾ ചൊവ്വയോട് കൂട്ടിയാൽ ആക്കാം.